തമാരീനു അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ. മനിൽ ഫത്തയാനി, ആരാണ് ഈ രണ്ട് ചെറുപ്പക്കാർ? ഹു ആർ ദീസ് ബോയ്സ് അല്ലേ? ബോയ്സ് അല്ല, യങ്സ്റ്റേഴ്സ് പറയാം, ചെറുപ്പക്കാർ. ഹുമാ താലിബാനി ജദീദാനി, അവർ രണ്ടുപേർ പുതിയ വിദ്യാർത്ഥികളാകുന്നു. ഹുമാ താലിബാനി ജദീദാനി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാ അസ്മാഉഹുമാ, അവരുടെ രണ്ടു പേരുടെയും പേരുകൾ എന്താണ്? വാട്ട് ആർ ദെയർ നെയിംസ്, അവർ രണ്ടുപേരുടെയും പേരുകൾ എന്താണ്? അപ്പോൾ നമ്മൾ പറയണം അഹദഹുമാ, അവരിൽ ഒരാൾ, അൽ ഹസനു, അഹദഹുമാ അൽ ഹസനു വ ആഖറു ഹുസൈനു, മറ്റയാൾ ഹുസൈനും. അഹദഹുമാ അൽ ഹസനു വൽ ആഖറു അൽ ഹുസൈനു, അവരിലൊരാൾ ഹസൻ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അസ്മാഉഹുമാ ഹസനു വൽ ഹുസൈനു എന്ന് എഴുതിയാലും നമുക്ക് ശരിയാവോ? കുഴപ്പമില്ല. അസ്മാഉഹുമ, അവരുടെ രണ്ടു പേരുടെയും പേരുകൾ, അൽ ഹസനു വൽ ഹുസൈനു, കറക്റ്റാണ്. മിൻ ഐനഹുമ, അവർ രണ്ടുപേർ എവിടെ നിന്നാണ്? ഓക്കെ. ടീച്ചർ വേറെ പറഞ്ഞത് എന്തെന്ന് ഒന്നുകൂടി പറഞ്ഞ? അഹദഹുമ അൽ ഹസനു വൽ ആഖറു അൽ ഹുസൈനു. ഇനി മിൻ ഐനഹുമ, അവർ രണ്ടുപേർ എവിടെ നിന്നാണ്? ഹുമാ മിനസ്വീനി, അവർ ചൈനയിൽ നിന്നാണ്. ഹുമാ മിനസ്വീനി, അവർ രണ്ടുപേർ ചൈനയിൽ നിന്നാണ്. കം അഹൻ വ ഉഖ്തൻ ലഹുമാ, അവർക്ക് എത്ര സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്? ലഹുമാ, അവർ രണ്ടുപേർക്കുണ്ട്. അഖവാനി വ ഉഖ്താനി. ലഹുമാ അഖവാനി വ ഉഖ്താനി. ലഹുമ, അവർ രണ്ടുപേർക്കുണ്ട്. അഖവാനി, രണ്ട് സഹോദരന്മാർ. വ ഉഖ്താനി, രണ്ട് സഹോദരിമാർ. ഫി അയ്യി കുല്ലിയത്തിൻ യുരീദാനി അൻ യദ്റുസാ. ഫി അയ്യി കുല്ലിയത്തിൻ യുരീദാനി അൻ യദ്റുസാ, ഏത് കോളേജിൽ പഠിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് ആയില്ലേ? ഏത് കോളേജിൽ പഠിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ അമ്മ വെച്ച് പറഞ്ഞു. രണ്ട് ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ അമ്മ വെച്ച് പറയില്ലേ? അമ്മ അൽ ഹസനു ഫയുരീദു അൻ യദുറുസ കുല്ലിയത്തിൽ ഖുർആനിൽ കരീമി വ അമ്മ അൽ ഹുസൈനു ഫയുരീദു അൻ യദുറുസ ബികുല്ലിയത്തി. ഒരാൾ ഖുർആനിൽ ശരീഅത്തി. അമ്മ വെച്ച് പറയാം. നമുക്ക് രണ്ട് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് അമ്മ വെച്ച് പറയാം അല്ലേ? ഇതിൽ കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെ അല്ലേ? അമ്മ അൽ ഹസനു, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ പറയാം. അമ്മ അൽ ഹസനു ഫയുരീദു അൻ യദ്റുസ ബികുല്ലിയത്തിൽ ഖുർആനി കരീം വ അമ്മ. അടുത്തതും പറയാം നമുക്ക് എങ്ങനെ? അമ്മ അൽ ഹുസൈനു, അവിടെ കൊടുത്തിട്ടില്ല. എവിടെ അൽ ഹുസൈൻ്റെ എവിടെ വന്നുള്ളത്? അത് മുകളിൽ ഹുസൈനാണ് ആദ്യം പറയേണ്ടത് അല്ലേ? ഏതായാലും കുഴപ്പമില്ല, ഹുസൈൻ. എന്നിട്ട് അമ്മ അൽ ഹുസൈനു അൻ യദുറുസ. അദുറുസ എഴുതരുത് കേട്ടാ, യദുറുസ. അവിടെ ഹുസൈൻ പറയുന്നത് കൊണ്ടാണ് ഹുസൈൻ അദുറുസ എന്ന് വന്നത് കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അമ്മ അൽ ഹുസൈനു. ആ പാഠത്തിൽ കോൺവെർസേഷനിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ അവിടെ അതിൽ നോക്കിയിട്ട് എഴുതാം കേട്ടോ. അമ്മ ആദ്യം പറയാം. അമ്മ അൽ ഹുസൈനു യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു. അവിടെ ഉരീദു എന്നാണ്, അതിന് പകരം യുരീദു അൻ യദുറുസ. യുരീദു അൻ യദുറുസ, പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ബി കുല്ലിയത്തി ശരീഅത്തി. പിന്നെ വ അമ്മ അൽ ഹസനു ഫയുരീദു അൻ യദുറുസ ബി കുല്ലിയത്തിൽ ഖുർആനിൽ കരീമി. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ കിട്ടും കേട്ടോ. നെക്സ്റ്റ് വൺ, ഫിൽ ഫറാഗി, ഒഴിഞ്ഞ ഭാഗത്തിൽ നീ വെക്കണം. ഫി കുല്ലിം ജുംലത്തിൻ, എല്ലാ വാചകങ്ങളിൽ നിന്നും, മിമ്മായ എത്തി, വരുന്നതായ, അൽ ഫിഅൽ ദഹബ മാളി ബഅദ ഇസ്നാദിഹി ഇലാ ളമീറിൽ മുനാസിബി, എന്തായിരുന്നു? യോജിച്ച ലൊമീറിലേക്ക് ചേർത്തുകൊണ്ട്. ദഹബ എന്ന മാളിയായ ഫിഅലിനെ യോജിച്ച ലൊമീറിലേക്ക് ചേർത്തിക്കൊണ്ട് നീ പിന്നെ ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ വെക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ, എല്ലാ വാചകങ്ങളിലും. അയിന ഖാലിദുൻ ഒഴിഞ്ഞ ഭാഗത്ത്.
കഴിഞ്ഞ ഭാഗം. ഓക്കെ. ഐന ഖാലിദുൻ വഹാമിദുൻ, ഹാമിദും ഖാലിദും എവിടെയാണ്? അപ്പോൾ രണ്ടുപേർ ലൈബ്രറിയിലേക്ക് പോയി. ദഹബാ ഇലൽ മക്തബത്തി, അവർ രണ്ടുപേർ ലൈബ്രറിയിലേക്ക് പോയി. ഐന ആമിനത്തു വ ഉഖ്തുഹാ, ആമിനയും അവളുടെ സഹോദരി അവളുടെ സഹോദരിയും എവിടെയാകുന്നു? ذهبتا إلى المستشفى لعيادة أمها. ذهبتا إلى المستشفى لعيادة أمها. അവർ രണ്ടുപേരും ആശുപത്രിയിലേക്ക് അവരുടെ രണ്ടുപേരുടെയും ഉമ്മയെ സന്ദർശിക്കാൻ പോയി. രോഗിയെ സന്ദർശിക്കുക. അയ്യാദത്തുൽ മരീദ് സുന്നത്തല്ലേ, രോഗി സന്ദർശനം. അയ്യാദത്ത് സന്ദർശിക്കാൻ പോയി. അപ്പോൾ ആശുപത്രിയിലേക്ക് അവരുടെ ഉമ്മയെ സന്ദർശിക്കാൻ പോയി. They went to the hospital to visit their mother. അടുത്തത് ഐന ഡാഷ് അംസിയ അഖവാനി, സഹോദരന്മാരെ, രണ്ട് സഹോദരന്മാരല്ലേ അഖവാൻ, രണ്ടുപേരല്ലേ അഖുൻ അഖാനി. അത് എങ്ങനെയാ അത് പറയാം? അഖുൻ ഒരു സഹോദരൻ, അഖാനി അഖുൻ രണ്ട് ജന്മണ്ടല്ലോ. അഹവാനി അല്ലേ? അഹവാനിയും ഉണ്ട് ഇഖ്വാനും ഉണ്ട്. ഇഖ്വാനല്ല ഉള്ളത്, ഇഖ്വത്തുനുണ്ട്, ഇഖ്വത്തുനുമുണ്ട്, പിന്നെന്തുണ്ട്? അല്ല, ഇഖ്വത്തുനും അഖവാത്തും ഉണ്ട്, അഖവാത്തും. ലീ അഹ്വാനി എന്ന ടീച്ചറെ നമുക്ക് 20ാമത്തെ മുസന്നയിലുണ്ടല്ലോ, കം അഹൻ ലക്ക ലീ അഹവാനി. അഹൻ അഹൻ അബുൻ രണ്ട് ജമ്മുണ്ട് ടീച്ചറെ. ഒരു മിനിറ്റ്, അസ്മാഉൽ ഖംസയിൽ ആരൊക്കെ ഉണ്ട്? അബുൻ അഹുൻ അഹുനുണ്ട്. അവിടെ നിൽക്കട്ടെ. അഹുൻ അസ്മാഉൽ ഖംസയിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മള് രണ്ടുപ്പ എന്ന് പറയുമ്പോ എങ്ങനെ പറയാ? അപവാനി വാവ് കൂട്ടിട്ടാണോ പറയാ? എനിക്കറിയില്ല കേട്ടോ ടീച്ചറെ, രണ്ടുപ്പാര് ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ. രണ്ടുപ്പാര് ഇതുവരെ വന്നിട്ടില്ല നമുക്ക്, അത് തന്നെ അറിഞ്ഞിട്ടില്ല എങ്ങനെ പറയുന്നുണ്ട്. സഹോദരന്മാരെന്ന് പറയുമ്പോ അബാനിയാവോ? ഞാൻ ചോദിക്കുന്നത് എങ്ങനെ നോക്കിട്ട് പറഞ്ഞേ, നോക്കിട്ട് പറഞ്ഞേ. ഇഖ്വാനിയാണ് ശരിക്കും പറഞ്ഞാല്. ഇഖ്വാനി പിന്നെ അഹ്വത്ത് എന്നാണ് പറയാ, സഹോദരന്മാർ അല്ലേ? അപ്പൊ ഇവിടെ അഹ്വാനി പറഞ്ഞാൽ അഹ്വത്തും ബ്രദർഹുഡ് ആണ് അല്ലേ? ശരി. ഒന്ന് അഹ്വാൻ എന്നല്ലേ പറയാ, എന്താ പറയാ? ടീച്ചറെ അബുൻ അബ ഒന്ന് പറഞ്ഞാരെങ്കിലും അറിയുന്നവരൊന്ന് പറഞ്ഞേ. ഏതാ ഈ അഹ്വാൻ എന്ന് പറഞ്ഞ മുസന്നയല്ലേ എന്നൊന്ന് സമർത്ഥിച്ച്. അഹ്വാൻ എന്ന് പറഞ്ഞാല് മുസന്നയല്ലേ? അത് മുസന്ന ടീച്ചർ, അഹ്വാൻ എന്ന് പറഞ്ഞ മുസന്നയാണ്. അപ്പോ ഫാത്തിമ ചോദിച്ചത് അഹ്വാനി. അവിടെ നമ്മളെ 2ാമത്തെ ബുക്കില് പഠിച്ചില്ലേ നമ്മള് സഹോദരന്മാരെന്ന് പറയുമ്പോ ഇഖ്വത്തുൻ അല്ലാതെ മറ്റൊന്ന് എന്തുട്ടാ? നമ്മള് മറ്റേ ഇഖ്വത്തുൻ അഹുൻ ഇഖ്വത്തുൻ മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അഹ്വാനി തന്നെ നമ്മൾ പഠിച്ചേക്കണത്. നമ്മൾ 14ാമത്തെ ലെസണില് ഫസ്റ്റില് അഹുൻ ഇഖ്വത്തുൻ വ ഇഖ്വാനുൻ രണ്ട് ജമ്മുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ ഞാൻ പറഞ്ഞത്? ഇഖ്വാനുനാണെന്ന്, ഇത് അഹ്വാനുനാണ്. ഇപ്പൊ തെറ്റില്ലല്ലോ? ഫാത്തിമ ക്ലിയർ ആയില്ലേ? ഇത് എന്തെന്നാ രണ്ട് ജമ്മ, 2ാമത്തെ ജമ്മ അല്ല ഫാത്തിമ വായിച്ചില്ലേ? എത്രാമത്തെ പാഠം ഇപ്പൊ വായിച്ചത്? എത്രാമത്തെ പാഠം ഇപ്പൊ നിങ്ങൾ വായിച്ചത് കറക്റ്റ് അല്ലേ? ഇപ്പൊ എനിക്ക് എന്താ കൺഫ്യൂഷൻ വരുന്നത്? ഇപ്പൊ ഫാത്തിമ വായിച്ചത് എത്രാമത്തെ പാഠത്തില്ലേ? 1ാമത്തെ ബുക്കിന്റെ എത്രാമത്തെ പാഠത്തിലാണ് പഠിച്ചത്? 14 14ാമത്തെ പാഠത്തില്.
അവിടെ എന്താ നമ്മൾ പഠിച്ചത്? അഹുന്റെ ജമ്മ് ഇഹ്വത്തുൻ വ ഇഹ്വാനുൻ. ഇഹ്വാനുൻ. ഇഹ്വാനു. അഹ്വാനുനാണോ ഇഹ്വാനുനാണോ? ഇഹ്വാനു. കെസ്റയല്ലേ അത്? ആ അപ്പൊ ആ ഇഹ്വത്തുൻ വ ഇഹ്വാൻ. ഇഹ്വാനു എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ, ജം. ഇത് അഹവാനു എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇഹ്വാനും കെസ്റയായിരുന്നെങ്കിൽ രണ്ട് സഹോദരന്മാർ, രണ്ടിലധികം സഹോദരന്മാർ. ഫതഹയായപ്പോൾ അഹവാനി. ഓക്കെ, അബവാനി എന്നൊക്കെ പറയണ പോലെ അഹവാനി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അത് കൺഫ്യൂഷൻ മാറിയില്ലേ? ആ, രണ്ട് സഹോദരന്മാരെ നിങ്ങൾ രണ്ടുപ്പവാനി. അബവാനി അല്ല, വാലിക്കുസ്ലാം അബവാനി ട്ടാ. അപ്പോൾ രണ്ടുപ്പ അഹവാനി. അഹവാനി എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ ട്ടാ, 2 ബ്രദേഴ്സ് ട്ടാ. തെറ്റിക്കരുത് ഇനി ഇത് കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കൺഫ്യൂഷനായി. ആ ഇലത്തൊബീബത്തി ദഹബ്, രണ്ട് പെൺകുട്ടികളോടാണ്. യാ ബിൻ താനി, മുന്നിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത ദഹബ്ന ദഹബ്ത ദഹബ്തുമാ ദഹബ്തും ദഹബ്തി ദഹബ്തുമാ. അപ്പോൾ ആ ഇലത്തൊബീബത്തി ദഹബ്തുമാ യാ ബിൻ താനി, രണ്ട് പെൺമക്കളെ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയോ? ഡോക്ടറുടെ അടുത്തേക്ക് ലേഡി ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങൾ പോയോ? കറക്റ്റ് ആയില്ലേ? അടുത്തത് നോക്കാം. ഓക്കെ, മൂന്നാമത്തേത് ഫിൽ ഫറാഗി ഫി കുല്ലി ജുംലത്തിൻ, എല്ലാ വാചകങ്ങളിലും ഒഴിഞ്ഞ ഭാഗങ്ങളിൽ നീ വെക്കണം. മിമ്മ യഅതി ഫിഅല യദ്ഹബു, മുളാരി ആയ യദ്ഹബു എന്ന ഫിഅലിനെ വരുന്നതായതിൽ ബഅദ ഇസ്നാദിഹി, ചേർത്തതിന് ശേഷം ഇല ദമീരിൽ മുനാസിബി, യോജിച്ച ദമീറിലേക്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഈസിയാണ്. അഹ്മദു. ടീച്ചർ ഒരു ഡൗട്ട്, ഐന ഡാഷ് അംസിയ അഹവാനി എന്ന് ചോദിക്കണില്ലേ? അപ്പൊ അവിടെ നമ്മൾ എന്താ വെച്ച് ദഹബത്തായ ദഹബ്തുമാ അല്ലേ അവിടെ വേണ്ടത്? മുന്നിൽ നിൽക്കുന്ന രണ്ട് ആണുങ്ങളല്ലേ. ഇനി അഹ്മദു വ ഇബ്രാഹിമു ഡാഷ് ഇലൽ മൽഅബി കുല്ല യൗമിൻ, എല്ലാ ദിവസവും അഹ്മദും ഇബ്രാഹിമും പോകുന്നു അല്ലെങ്കിൽ പോകും. യദ്ഹബാനി ഐന ഡാഷ് യാ വലദാനി, മുന്നിൽ നിൽക്കുന്ന രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ. രണ്ട് ആൺകുട്ടികളെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഐന തദ്ഹബാനി, മുന്നിൽ നിൽക്കുന്ന രണ്ട് ആൺകുട്ടികൾ. അത്താലിബത്ത, മൂന്നാമത്തെ ഷൈൻദാർ ബുക്കിൽ മൂന്നാമത്തെ എക്സസൈസ്, പേജ് നമ്പർ 98 മൂന്നാമത്തെ, 3 അത്താലിബത്താനിൽ ജദീദത്താനി, പുതിയ വിദ്യാർത്ഥിനികൾ ഡാഷ് ഇലൽ മുസല്ലയിലേക്ക് പോകുന്നു. തദ്ഹബാനി മുസല്ല പറഞ്ഞ പ്ലേസ് ഓഫ് ദ പ്രയർ, മുസല്ല. മതാ ഡാഷ് ഇല സ്വൈദല്യ യാ ഉഖ്താനി, രണ്ട് സഹോദരിമാരെ നിങ്ങൾ ഫാർമസിയിലേക്ക് എപ്പോഴാണ് പോകുക? മതാ തദ്ഹബാനി. ഒക്കെ വലിയ പ്രയാസങ്ങളില്ല, ഈസിയാണ്. അടുത്തത് ഫിൽ ഫറാഖിൽ ഫി കുല്ലി ജുമലിൻ മിമ്മാ യഅതി ഫിഉലുൽ അംർ. ഇദ്ഹബ്, ആ ഫിഉലുൽ അംറിനെ യോജിച്ച ലൊമീറിലേക്ക് ചേർത്തിയതിന് ശേഷം നമ്മൾ തുടർന്ന് വരുന്ന ക്രിയകളിൽ വെക്കണം. ഒഴിഞ്ഞ ചേർത്തി, അത് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ചേർത്ത്, അത് ചേർത്തിയതിന് ശേഷം സനദ് എന്നൊക്കെ പറയില്ലേ, കണ്ണി, ചങ്ങല എന്നല്ല പറയാ, ശൃംഖല, സനദ്. കൊടുക്കണവർക്ക് സനദ് എന്ന് പറയണ അത് വേറെയാ ടീച്ചറെ? എന്താ സനദ് അറിയില്ല കേട്ടോ. സനദ് ഹദീസിന്റെ സനദ് അറിയാം. ഹദീസിന്റെ സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റാവിമാരുടെ ആ ഒരു ഇങ്ങനെ പറയില്ലേ, ഇന്നാളിന്ന് ഇന്നാൾ കേട്ടു, ഇന്നാളിന്ന് ഇന്നാൾ കേട്ടു, അങ്ങനെ പറയുന്നതിനാണ് സനദ് പറയാം. ഹദീസിന് 2 ഭാഗമാണ് പ്രധാനമായിട്ടുണ്ടാവുക. സനദ് ഉണ്ടാവും, മത്തനുണ്ടാവും. നമ്മൾ എപ്പോഴും പഠിക്കാൻ മത്തന് മാത്രമാണ്, സനദ് നമ്മൾ പഠിക്കാറില്ല.
അതിൻ്റെ റാവിമാരും അതൊന്നും നമ്മൾ പഠിക്കാറില്ല. സനത് നമ്മൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളാകെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്വഹാബി ആരാണെന്ന് നോക്കും. എന്നിട്ട് പിന്നെ ഇമാം ബുഖാരി ആണെങ്കിൽ നമ്മൾ അവിടെ എന്ന് വെച്ചിട്ട് ബുഖാരീൻ്റെ പേര് ലാസ്റ്റും കൊടുക്കും, പിന്നെ സ്വഹാബീൻ്റെ പേര് ഫസ്റ്റ് കൊടുക്കും അല്ലേ. അനിബിനു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമ്മൾ ഇതാക്കും. പക്ഷേ എന്നിട്ട് ലാസ്റ്റ് റവാഹുൽ ബുഖാരി അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി കൊടുക്കും. പക്ഷേ ഈ ഒരു ബുഖാരി ഇമാമും പിന്നെ ഈ അനസ് ബിൻ മാലിക് അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ടിയത് എന്നുള്ളതിൻ്റെ ഇതാണ് സനദ്. അവർ ആരിന്ന് കേട്ടു, എന്നിട്ട് ഇന്ന ആളിന്ന് കേട്ടു, പിന്നെ അടുത്ത ആൾ കേട്ടു, അങ്ങനെ കേട്ടിട്ടാണല്ലോ ഈ ബുഖാരി ഇമാമ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ വരെയുള്ള ആ കണ്ണിയുണ്ട്, ആ റിജാലുകൾ എന്നാണ് പറയാൻ. അതിന് റാവിമാർ, ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരുണ്ട്. അതിനെയാണ് പറയാം സനദ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് സമയത്തോ ഇന്ന ആൾ, പിന്നെ സമയത്തോ ഇന്ന, അങ്ങനെ പറയും. അതാണ് സനദ്. ഹദീസിൽ സനദ് അതാണ്. മറ്റേ സനദ് എനിക്കറിയില്ല കേട്ടോ. സനദ് കൊടുക്കലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും കേൾക്കണമെങ്കിൽ പറയട്ടെ. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞല്ലോ അല്ലേ. ഇനി അമ്രിഫയിലാണ്. യാ ഇഖ്വാനി അഹവാനി, എൻ്റെ 2 സഹോദരന്മാരെ, നിങ്ങൾ ഇലൽ മസ്ജിദിലാണ്, നിങ്ങളിപ്പോൾ പള്ളിയിലേക്ക് പോക്. ഇദ്ഹബന, അതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ. ഇദ്ഹബാ ഇലൽ മസ്ജിദിൽ ആന, ഇപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് പോകൂ. അപ്പോൾ ഫിഅൽ അംർ മബ്നിൻ അലാ ഹദ്ഫി നൂനി. പിന്നെ യാ ബിൻതാനി, 2 പെൺമക്കളെ, ഇദ്ഹബാ, അവിടെയും ഇദ്ഹബാ ഇലൽ മക്തബിൽ മുദീറയുടെ മക്തബയിലേക്ക് നിങ്ങൾ പോകൂ. ഇനി 5-ാമത്തെ കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്. മുസന്ന അമാമ കുല്ലി ജുംലത്തിൻ, എല്ലാ വാചകത്തിൻ്റെയും മുന്നിൽ, മിമ്മ യഅതി, മിൻ യിൽ നിന്ന്, മാനറ യാതൊന്ന്, യഅതിൽ ഫിഅലു മുളാരിഉൻ മർഫു ആയ ഫിഅലുൻ മുളാരിഉം വന്നിട്ടുള്ളതായ എല്ലാ വാചകത്തിൻ്റെയും മുന്നിൽ എന്ത് ചെയ്യണം? അഖ്മിൽ, നീ പൂർത്തിയാക്കണം. അഖ്മിൽ ബിഹി, നീ അതിനെ പൂർത്തിയാക്കണം. അൽ ജുംലത്ത, വാചകത്തിന്. ബഅദ തഗ്യീർ അല്ലേ, തഗ്യീർ. മാ യൽസിമു, അനിവാര്യമായ യാതൊന്ന്, അനിവാര്യമായത്. തഗ്യീർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആക്കിയതിന് ശേഷം എല്ലാ വാചകങ്ങളെയും നമ്മൾ പൂർത്തിയാക്കണം. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ മുളാരിയായ മർഫുവായ ഫേലാണ് ഉള്ളത്. എല്ലാ വാചകത്തിൻ്റെ മുന്നിൽ കണ്ടോ ബ്രാക്കറ്റിലുള്ളത്? എന്താ ബ്രാക്കറ്റിൽ? യൽസിമു ഇതിലുണ്ട്. ലാസിം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അനിവാര്യം, അനിവാര്യമായ യാതൊരു മാറ്റത്തിരുത്തലുകൾ. തഗ്യീർ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, നെസസറി ചേഞ്ച്. അവിടെ ഉണ്ട് നെസസറി ശേഷം. അപ്പോൾ യദ്ഹബാനി, അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അത് നോക്കിയിട്ട് മനസ്സിലാക്കണം. ഞാൻ പറയാം. മാ യുരീദു ത്വാലിബാനിൽ ജദീദാനി, എന്താണ് 2 മാദാ യുരീദു ത്വാലിബാനിൽ ജദീദാനി, പുതിയ വിദ്യാർത്ഥികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? യുരീദാനി, അവർ 2 പേർ ഉദ്ദേശിക്കുന്നു. ഇലൽ മഹ്ജഇ, ഹോസ്റ്റലിലേക്ക് പോകാൻ. അപ്പം നമ്മൾ എന്ത് വെക്കും? പോകാൻ. വേണ്ട, അവർ ഉദ്ദേശിക്കുന്നു. അൻ യദ്ഹബ. അടുത്തത് 2 പേരും പോകാൻ. അവർ യുരീദാനി അൻ ഡാഷ് ഖുറത്ത സലത്തി, അവർ ബാസ്കറ്റ് ബോൾ കളിക്കാൻ. യുരീദാനി അൻ കഹ്വത, ചായ കുടിക്കാൻ, കോഫി കുടിക്കാൻ. യുരീദാനി അൻ യശ്റബ അൽ കഹ്വത, കൂട്ടി പറയുമ്പോൾ യശ്റബ അൽ കഹ്വത പറയും. കോഫി കുടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നസ്ബു ചെയ്യുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അതിൻ്റെ വരുമ്പോൾ നെസ്ബാണല്ലോ. നെസ്ബു ചെയ്യുമ്പോൾ നൂനിനെ കളയുന്നു എന്നുള്ളതാണ്, മുസന്നയിൽ നൂനിനെ കളയുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. യുരീദാനി അൻ യസ്മ അൽ അഖ്ബാറ. യസ്മ എന്ന് എഴുതണേ, വായിക്കുമ്പോൾ യസ്മ അൽ അഖ്ബാറ. അവർ വാർത്ത കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. വാർത്തകൾ. യുരീദാനി അൻ യജിലിസ അമാമൽ മുദരിസി. അധ്യാപകന്റെ മുന്നിലിരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. യജിലിസ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മുമ്പുള്ളത് എന്തോ ടീച്ചർ? യുരീദാനി ഐ യജിലിസ അഖ്ബാറ. അഖ്ബാർ. അല്ല, അതിന്റെ മുമ്പ് ഒന്നുണ്ട്. യസ്മഅ കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. അൽ അഖ്ബാറ വാർത്ത, ന്യൂസ്, ഖബറുകൾ, നബകൾ. പിന്നെ അവർ അധ്യാപകൻ്റെ മുന്നിലിരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ മസ്ദറുൽ അവലാണ്. പിന്നെ യദ്ഹബ യൽഅബ എന്നൊക്കെ പറയുമ്പോൾ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബി ഹദ്ഫി നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസതി എന്നുള്ളത് ഓർക്കണം കേട്ടോ. അപ്പൊ ആ പേജ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ടീച്ചർ ഒരു സംശയം. അപ്പൊ ഇവിടെയൊക്കെ എന്ന് കൊടുത്തിരിക്കുമ്പോ ന്യൂനിനെ ഹദ്ഫ് ചെയ്ത ബ്രാക്കറ്റ് ഫില്ല് ചെയ്യണം അല്ലേ ടീച്ചറെ? നൂനിനെ കളയണം, കാരണം അന്ന് വന്നിട്ടുണ്ടല്ലോ. അന്ന് എന്തിന്റെ അക്ഷരോ? ഹർഫു നസ്ബിൻ വ മസ്ദരി. നസ്ബാക്കും മസ്ദറാക്കും. ഓക്കെ, ഇനി ആറാമത്തെ കേട്ടോ. അഖുമിൽ നീ പൂർത്തിയാക്കണം. കുല്ല ജുംലത്തിൻ എല്ലാ വാചകങ്ങളെയും മിമ്മായ എത്തി തുടർന്ന് വന്നിട്ടുള്ളതായ വിളമീറിൻ മുനാസിബിൻ യോജിച്ച ദമീർ വെച്ചുകൊണ്ട്. അറഅയ്ത ത്വാലിബീനൽ. ഇത് എന്താണ്? ഇതുവരെ നമ്മൾ പറഞ്ഞ മർഫൂ അല്ലേ പറഞ്ഞത്? ഏത്? ആനി. ഇനി ഐനി വരുന്നതാണ് കേട്ടോ. റഅയ്ത ത്വാലിബൈനിൽ ജദീദൈനി. പുതിയ വിദ്യാർത്ഥികളെ നീ കണ്ടുവോ? കണ്ടോ? റഅയ്ത ഫായില്, അവിടെ തായാണ് ഫായില്. പിന്നെ ഇവിടെ മഫൂലും ബിഹിയാണ്. നെസ്ബു ചെയ്തിരിക്കുന്നുണ്ടോ? മുസന്നനെ നെസ്ബു ചെയ്യുമ്പോൾ യാ കൊണ്ട് നെസ്ബു ചെയ്യണം. ഹംസ ഹർഫുൽ ഇസ്തിഫാം. റഅയ്ത ഫിഅൽ മാദിൻ മബ്നിൻ അല സുകൂനി അത്താഉ ളമീറുൻ മുത്തസിലുൻ മബ്നിൻ അലൽ ഫതഹി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. താലിബൈനി മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. താലിബൈനിനെ അല്ലേ കണ്ടോന്ന് ചോദിക്കണത്? കണ്ടതാരാ? വിദ്യാർത്ഥികൾ. അപ്പോൾ അത് നസ്ബ് ചെയ്തിരിക്കുന്ന യാ കൊണ്ട്. അൽ ജദീദൈനി നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കണം കേട്ടോ, ആ ഒരു ഇത്. പിന്നെ നഅത്ത് എന്നാണ് അധികവും പിന്നെ ഇറാബിൻ്റെ ബുക്കിലും ഖുറാനിലൊക്കെ വന്നിട്ടുള്ളത്, ഖുറാൻ്റെ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നഅത്ത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുകയാണ് നല്ലത്. അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. നമുക്കപ്പോൾ നഅത്ത് സിഫനേക്കാളും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നഅത്ത് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. നമുക്ക് ബുക്ക് ഇതിലൊക്കെ നോക്കുമ്പോൾ ഇറാബിൻ്റെ ഇതിലൊക്കെ നഅത്ത്. പിന്നെ ഈ ബുക്കിൽ അധികം ഉപയോഗിച്ചിട്ടുള്ള നഅത്ത് എന്നാണ്, സിഫ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ സിഫ പറയുമ്പോഴൊക്കെ നമ്മൾ ഹാ വരണം. സിഫ പെണ്ണും നഅത്ത് മുദക്കറുമാണ്, മറ്റേത് മുഅന്നസാണ്. ശരി, അടുത്തത് അഖറഅത ഹാതൈനിൽ മജല്ലതൈനി. അതിന്റെ മീനിങ് അല്ലേ ഉത്തരം? നഅം റഅയ്തുഹുമാ. റഅയ്തുഹുമാ, അതെ ഞാൻ അവർ രണ്ടുപേരെ കണ്ടു. നഅം റഅയ്തുഹുമാ. നഅം റഅയ്തുഹുമാ. അടുത്തത് അഖറഅത ഹാതൈനിൽ മജല്ലതൈനി. ഈ ഹാദ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ എന്താണെന്നറിയോ? അഖറഅതൽ ഹാതൈനിൽ മജല്ലതൈനി. ഈ രണ്ട് മാഗസിനുകൾ നിങ്ങൾ വായിച്ചോ? ഫാത്തിമ ഒന്ന് മ്യൂട്ടാക്കിയേ. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് കേട്ടോ. ഹാദ ഹാദിഹി ദാലിക തിൽക ഉലായിക ഒക്കെ പഠിച്ചില്ലേ? ഹാദ ഹാദിഹി ദാലിക തിൽക ഉലായിക ഹാ ഉലായി പഠിച്ചില്ലേ നമ്മള്? അത് മബനി അല്ലേ? അപ്പോ ഹാദാനി ഹാത്താനി അത് മബനി അല്ലല്ലോ.
അല്ല. അത് മറബല്ലേ അല്ലേ? അവിടെയാണ് ആ ആ കറക്റ്റായില്ലേ? ഇവിടെ നോക്കി ഹാത്തൈനി എന്നാ വന്നിട്ടുള്ളത്, കണ്ടാ? ഹാത്താനി എന്ന് പറഞ്ഞാൽ ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, അടുത്തുള്ള ഒരു പുരുഷൻ. ഹാദാനി ഇത്, അടുത്തുള്ള രണ്ട് പുരുഷന്മാർ. ഹാദിഹി അടുത്തുള്ള ഒരു സ്ത്രീ, അല്ലേ? ഹാദിഹി പിന്നെന്താ പറയാ? ഹാദിഹിന്റെ ഇതാക്കി മുസന്നാക്കി ഹാത്താനി. അപ്പൊ ഹാത്താനി ഹൗലായി അല്ല കേട്ടോ, മുസന്നെ നമ്മൾ പറയണത് ഹാത്താനി കേട്ടാ. ഹാത്താനി ക്ലിയർ അല്ലേ? ഹാത്താനി എന്നാണ് പറയാ. അവിടെ ഹാത്താനി എന്ന് പറയും. ഇനി ഈ ഹാത്താനി പറയുമ്പോൾ അത് റഫിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ ഹാത്താനി വരുള്ളൂ. നസ്ബിൻ്റെയും ജെറിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ഹാത്തൈനി. കണ്ട ഇവിടെ വന്നിക്കണ്ട ഹാത്തൈനി, ശ്രദ്ധിച്ചോ? മഫൂലും ബിഹി. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ, അത് മബിനി അല്ല കേട്ടോ, നമ്മൾ സാധാരണ പറയണ പോലെ അല്ലേ. അപ്പോൾ ഹംസത്തുൽ ഇസ്തിഫാം ഖറഅത ഫിഅലുൻ മാളിൻ മബനിൻ അല സുകൂനി അത്താഉ ഫാഇൽ ഹാത്തൈനി മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. കണ്ടോ? മജല്ലത്തൈനി ബദലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. രണ്ട് മാഗസിനുകൾ നീ വായിച്ചോ എന്നാണ്. ഓക്കെ, ഇനി ഇതൊന്നും നിങ്ങൾ നോക്കിയേ. ഇത് ഒരു മാഗസിൻ വായിച്ചോ എന്ന് പറയണമെങ്കിൽ അക്കറഅത്ത ഹാദൽ മജല്ലത്തൈനി അല്ല, ഹാദൽ മജല്ലത്തു എന്ന് കൊടുത്തത്. ഹാദല്ല, ഹാദിഹിൽ മജല്ലത്തു കേട്ടോ. അങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹാദിഹിനെ ഇറാബ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ? ഇസ്മുൽ ഇഷാറ മബനിൻ അലൽ കസ്റ ഫീ മഹല്ലി നസ്ബിൻ മഫൂലുൻ ബിഹി. ഇത് മുഅറബ് ആയതുകൊണ്ട്, അത് മബനി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുഅറബ് ആയപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഹാത്തൈനി മഫൂലു ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. ക്ലിയർ ആയ സംഭവം പറഞ്ഞാൽ മനസ്സിലായാൽ ശ്രദ്ധിക്കണം കേട്ടാ. ഇത് മുഅറബാണ് കേട്ടാ, മുഅറബ്. ഇറാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മബനിയല്ല. നഅം ഖറഅതുഹുമാ അതെ അവ രണ്ടും ഞാൻ വായിച്ചു. നഅം ഹർഫു ജവാബ്, ഖറഅ ഫിഅലുൽ മാളി മബനിയുൻ അല സുകൂനി തുഫായിൽ ഹുമാ മഫ്ഊലുൻ ബിഹി. ശരി. ഖാലൽ മുദർരിസു ലിഹാമിദിൻ വസദീഖിഹി അധ്യാപകൻ ഹാമിദിനോടും അവൻ്റെ കൂട്ടുകാരനോടും പറഞ്ഞു. ഹാമിദിനോടും അവൻ്റെ കൂട്ടുകാരനോടും പറഞ്ഞു. മുന്നിലാണ് കേട്ടോ അവർ. നിങ്ങൾ ഇന്നലെ പള്ളിയിൽ ഞാൻ കണ്ടു. നിങ്ങളെ ഞാൻ ഇന്നലെ രണ്ടുപേരെയും പള്ളിയിൽ കണ്ടു. റഅയ്തു ഞാൻ കണ്ടു, കുമാ നിങ്ങളെ രണ്ടുപേരെയും, ഫിൽ മസ്ജിദി പള്ളിയിൽ, അൽ ബാരിഹത്ത ഇന്നലെ വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പള്ളിയിൽ കണ്ടു. ഓക്കെ അല്ലേ? റഅയ്തു ഞാൻ കണ്ടു, കുമാ നിങ്ങളെ രണ്ടുപേരെയും. അടുത്ത് പറയട്ടെ. ഞാൻ പോയാ? അതൊന്നും അറിയോ? മൂന്നാമത്തെ കാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു ഹാമിദിൻ വസ്വദീഖിഹി ഹാമിദിനോട്, വസ്വദീഖിഹി അവൻ്റെ കൂട്ടുകാരനോടും, ഹാമിദിനോടും അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ മുദരിസ് ഫാഇൽ ലിഹാമിദിൻ ജാറുൻ വമജ്റൂറുൻ വഹു ഹർഫുൽ അസ്ഫ് സ്വദീഖി മഅതൂഫുൻ അലാ ഹാമിദിൻ ഫഹുവ മുളാഹി മുളാഫിൻ ഇലൈഹി. അധ്യാപകൻ ഹാമിദിനോടും അവൻ്റെ കൂട്ടുകാരനോടും പറഞ്ഞു. റഅയ്തുകുമാ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കണ്ടു. ഫിൽ മസ്ജിദിൽ ബാരിഹത്ത ഇന്നലെ രാത്രി പള്ളിയിൽ, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് പള്ളിയിൽ കണ്ടു. ഖാലത്തിൽ മുദീറത്തു ലിസൈനബ വ മറിയമ മുദീറ സൈനബയോടും മറിയമിനോടും പറഞ്ഞു. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അസ്അലകുമാ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാൻ. അൻ ബലദികുമാ നിങ്ങളുടെ രണ്ടുപേരുടെയും നാടിനെ. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അസ്അലകുമാ അന്ന് വന്നതുകൊണ്ട് അസ്അല കൊടുക്കണം കേട്ടോ. അന്ന് നസ്ബ് ചെയ്യണ്ടേ?
അസ്അല ഞാൻ ചോദിക്കുവാൻ നിങ്ങളോട് രണ്ടുപേരോടും, അൻ കുറിച്ച്, ബലദി രാജ്യം, കുമാ നിങ്ങളുടെ രണ്ടുപേരുടെയും നാടിനെ കുറിച്ച് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അസ്അലകുമാ ചോദിക്കാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാൻ, അൻ ബലദികുമാ നിങ്ങൾ രണ്ടുപേരുടെയും നാടിനെ കുറിച്ച് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നെക്സ്റ്റ് വൺ, അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മതാ ഖറജ എപ്പോൾ, ഖറജ അഹ്മദു വ അഖൂഹു മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്ന് അഹ്മദും അവൻ്റെ സഹോദരനും എപ്പോഴാണ് പുറപ്പെട്ടത്? ഖറജ ഇവർ രണ്ടുപേർ പുറപ്പെട്ടു. നിങ്ങൾ ഇഷ്ടംപോലെ എഴുതിക്കോട്ടാ. എന്തത് എഴുതുക? എപ്പോഴാണ് പുറപ്പെട്ടത്? എപ്പോഴാണ് പോയിണ്ടാവുക? ആർക്കും ഉത്തരമില്ല. ഇത് ടെക്സ്റ്റിൽ എഴുതാം. ബാദ ദർസി പാഠത്തിന് ശേഷം, ഖബല ഖലീലിൻ കുറച്ച് മുൻപ്, ബാദ ഖുറൂജിൽ മുദരിസി അധ്യാപകൻ ഖുറൂജിൽ മുദരിസി അല്ലേ, അധ്യാപകൻ്റെ പുറപ്പെടലിന് ശേഷം. ഇഷ്ടംപോലെ എഴുതിക്കോട്ടെ. ഖബല ഖലീലിൻ കുഴപ്പമില്ല, ബാദ ദർസി കുഴപ്പമില്ല, ഇഷ്ടംപോലെ എഴുതാം. മത്താ ദഹബ്തുമ ഇലാ മക്കത്ത തുമല്ലേ, ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബ. നിങ്ങൾ രണ്ടുപേർ എപ്പോഴാണ് മക്കയിലേക്ക് പോയത്? ഞങ്ങൾ പോയി, ഞങ്ങൾ രണ്ടുപേർ പോയി. ദഹബ ഞങ്ങൾ രണ്ടുപേർ പോയി തുമ എപ്പോഴാണ്? തുമ അല്ലേ ചോദിച്ചത്? അപ്പൊ ഞങ്ങൾ പോയി എന്നല്ലേ പറയണ്ട്? ഞങ്ങൾ പോയി വേണല്ലേ. പക്ഷെ ഇവിടെ രണ്ടുപേരോടല്ലേ ചോദിക്കുന്നത് ടീച്ചറെ? അപ്പൊ അങ്ങനെ പോയപ്പോ ചോദിക്കുമ്പോ പിന്നെ അതില് വേറെ ഇല്ലല്ലോടോ. എത്ര പേരോട് ചോദിച്ചാലും ഞങ്ങൾ എന്ന് പറയണെങ്കിൽ ഞാൻ തന്നെ ചേർക്കണ്ടേ. അതുപോലെ ഞാൻ കയറിയ പാട് കേട്ടിരുന്നു. ആ മൂന്നാമത്തതില്ലേ, അതിന്റെ തൊട്ട് മുമ്പത്തെ എക്സസൈസ് അക്മൽ കൊല്ല ജംനത്തിൽ, അതില് മൂന്നാമത്തതില്ലേ, മൂന്നാമത്തെ വായിച്ചപ്പോ ഫിൽ മസ്ജിദിൽ ബാരിഹത്ത എന്ന് വായിച്ചു. ബാരിഹത്തയാണ്, ബാരിഹത്തന്നെയാണ്, ബാരിഹത്താന്നാണ്. ബാരിഹത്തിന്റെ അവിടെ എന്റെ അത് ശരി, അങ്ങനെ. ഇന്നലെ വൈകിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നലെ പറയാം കേട്ടാ. അപ്പോൾ ഇവിടെ ലഹബ്ന പറയാം കേട്ടോ. ഫിൽ ഉസ്ബുഇൽ മാളി പറയാം, അല്ലെങ്കിൽ ഖബലൽ ഉസ്ബുഇ. റംഷീദ് എന്ന് എക്സാം പറഞ്ഞുള്ളത്? നാളെയാണോ ഇന്നാണോ? അതെ അല്ലേ, കഴിഞ്ഞു എക്സാം? ഇല്ല, ചൊവ്വാഴ്ചയാണ്. നെക്സ്റ്റ് ചൊവ്വാഴ്ച അല്ലേ. കുറെ ക്ലാസ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്, എടുക്കുന്നില്ല അല്ലേ ഇപ്പൊ? അതെ ഇങ്ങനെ വിചാരിച്ചത്. എന്താ വെച്ചാല് അല്ല, മിസ്സായത് പറഞ്ഞാല് ആ ഒരു സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് ആണ്. അശോ, ഇങ്ങനെ ക്ലാസ്സുകൾ പോകുന്നല്ലേ. ശരി ശരി. അവര് സ്റ്റഡി ലീവ് വേണമെന്ന് പറഞ്ഞ് 2 ആഴ്ച വേണമെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ അവർക്ക് തന്നെയല്ലേ നഷ്ടാവുക? നമ്മളിങ്ങനെ ഫീസ് കൊടുത്തൊക്കെ പഠിക്കുന്നതല്ലേ. നമുക്കാണ് നഷ്ടം. അവർക്കത് വിഷയാവില്ലായിരിക്കും. 2 ആഴ്ച നമ്മളൊക്കെ എതിർത്തുകൊണ്ടാണ് ഒരാഴ്ചയായത്. എത്ര ഫീസ് വരുന്നത്? എത്രയാ? ഞാന് ഒരു 400 സംതിങ് ആണ്, പകുതിയാ കൊടുക്കുന്നത്. ഞാൻ തിയറിക്കില്ല, പ്രാക്ടിക്കൽ അല്ല, തിയറിക്ക് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കലിന്റെ ഇല്ല. 826. എത്ര? 820. 870 അങ്ങനെ ഉണ്ടോ? 426. എനിക്ക് ഒരു 500 അടുത്ത് വരുന്നുണ്ട്. എനിക്ക് 400 സംതിങ് ആണ്, മാത്രമേ ഉള്ളൂ. ശരി, എന്നാലും നമ്മൾ പഠിക്കുള്ളൂ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അടുത്ത നോക്കിക്കോളൂ കേട്ടോ. മാതാ ഷെരീബ്ത സൈനബു സുആദു സൈനബും സുആദും എന്താണ് കുടിച്ചത്? ഷെരിബത്ത് സൈനബു സുആദു അവർ രണ്ടുപേർ കുടിച്ചു എന്ന് പറയാം. എങ്ങനെ പറയാ? കോഫി കുടിച്ചു എന്ന് എങ്ങനെ പറയാ?
ഷരിബ്ത. ഷെരിബ ഷെരിബ ഞങ്ങൾ ഷെരിബു കുടിച്ചു തന്നെ ഷെരിബത്ത്. ഷെരിബിനെ. ഞങ്ങൾ കുടിച്ചു ഞങ്ങൾ എന്നല്ല. ഇവിടെ ശരി സൈനബും സ്വാദല്ലേ. ഷെരിബ ഷെരിബ ഷെരിബു ഷെരിബത്ത് ഷെരിബത്ത്. എന്താ കുടിച്ചത്? ശരി. തുമ ഷെരിബ് ശരി ഷെരിബാൻ അല്ലെ ഷെരിബത്താന്ന് പറയാ അല്ലേ? അവർ രണ്ടുപേർക്കും ഷെരിബ്തല്ലേ? പെണ്ണല്ലല്ലോ. ഷെരിബ്ത. ശരിത്ത ഷെരിബ ഷെരിബ ഷെരിബു ഷെരിബത്ത് ഷെരിബത്താന്നല്ലേ വരണ്ട്. അത് രണ്ടും പെണ്ണല്ലേ, അപ്പൊ ശരിത്ത. എങ്ങനെ ഷെരിബത്ത ഷെരിബത്ത അല്ലേ? ഷെരിബത്ത. ഇതെന്താ ഷെരിബത്ത. എന്ന് പറയണത് എന്താ? ഷെരിബ്ത പറയണത് എവിടെ കിടക്കണത്? നീ ഒരു സ്ത്രീ പുരുഷനല്ലേ ഷെരിബ്ത? അതെനിക്കേലാണ് വരിക. അന്തേലാണ് വരുന്നത്. ഷെരിബത്ത. ഷെരിബത്താട്ടാ. ഷെരിബത്തൽ കഹബത്ത. ഷെരിബത്താന്ന് എഴുത്തിൽ വരണേ അൽ കഹബത്ത. അയിന യദ്റുസു ഹാമിദുൻ വ ഖാലിദുൻ. ഹാമിദും ഖാലിദും എവിടെയാണ് പഠിക്കുന്നത്? അവർ രണ്ടുപേർ പഠിക്കുന്നു എവിടെയെങ്കിലും. യദ്റുസാനി ഫി കുല്ലിയത്തി ശരിയത്തി. ബിൽ ജാമിയത്തി എന്തെങ്കിലും കേട്ടോ. പിന്നെ മാതാ അല്ല, ഫി കുല്ലിയത്തി ശരിയത്തി ഇടാൻ പറ്റും ടീച്ചറെ. ഫി കുല്ലിയത്തി ശരിയത്തി. ശരിയ കോളേജിൽ അങ്ങനെയാണോ വന്നിട്ടുള്ളത്? ലെസണിലൊക്കെ വന്നിട്ടുള്ളത് ഫീ കുല്ലിയത്തിയാണോ വന്നിട്ടുള്ളത്? അങ്ങനെ കേട്ടോ. ബി ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ബി കുല്ലിയത്തി. അത് അറ്റുന്ന അർത്ഥത്തിൽ ബി ആണ് കണ്ടോ ലെസണിൽ കിടക്കുന്നത്. ബി കുല്ലിയത്തി. പിന്നെ ബിൽ ജാമിയത്തി ബി ആണ് പൊതുവെ കണ്ടിട്ടുള്ളത് ബുക്കിൽ. അടുത്തത് മാതാ തഹ്സിലു ആമിനത്തു. അതുപോലെ ഒരു സംശയമുണ്ട് ടീച്ചറെ. മറ്റേ നമ്മള് ജാമിഅ താനി എന്നിട്ട് മർഫൂ വരുന്ന സമയത്ത് അവിടെ ബി ചേർക്കണ? എവിടെ? നമ്മള് മുസന്നയുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജാമിഅ താനി എന്ന് പറഞ്ഞിട്ട്. ഞാനതൊന്നും എടുക്കട്ടെ കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് കാണാണ്ട സ്പേസ് കിട്ടുന്നില്ല. അവിടെ എന്താ റഫിന്റെ സ്ഥാനത്ത് ജാമിഅത്തൈനി വരും. ജാമിഅത്തൈനി ഇല്ല, ആദ്യം കറക്റ്റ് ആണ്. അല്ലതാ ഞാൻ എടുക്കട്ടെ ടീച്ചർ. കം ജാമിയത്തൻ ഫീ ബലദിക്കും. കം ജാമിയത്തൻ ഫീ ബലദിക്കും. നിന്റെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? അപ്പൊ ഫീ ബലദിന ജാമിയത്താനീന കൊടുക്കേണ്ടത് നമുക്ക്. അപ്പൊ ബി ജാമിയത്ത കൊടുക്കണം, ബി വെക്കണം അവിടെ. അവിടെ ഫീ ബലദിന എന്ന് പറഞ്ഞാൽ ജാറുമ മജ്റൂർ ശിബു ജുംല ഖബർ മുഖദ്ദം. ഖബറും പിന്നെ മുബത്തദ മുഅഖർ. ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വായിച്ചപ്പോ അവിടെ ബി വെക്കണം എന്ന് പറഞ്ഞേ. അതാ ഞാൻ ഒന്നുകൂടെ മുസന്നയുടെ അതില് സംശയമാണ്. ഫീ ബലദിന ഞങ്ങളുടെ ജാമിയത്താനി രണ്ട് ജാമിയത്താനി എന്നല്ലേ വേണ്ടല്ലോ. എന്നോട് നബീല മാം ചോദിച്ചപ്പോ ഞാൻ അതാണ് ആൻസർ പറഞ്ഞത്, ജാമിയത്താനിന്ന്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതുപോലെ ഇതിട്ട് ഞങ്ങൾ റിവിഷൻ ചെയ്യുമ്പോ പറഞ്ഞേ ബി വെക്കണം എന്ന്. അതാ പിന്നെ എനിക്ക് അതെ ഞാനത് പറഞ്ഞു. ഇത് ഒന്ന് ഷിബു ജുംല ഖബർ മുഖദ്ദം, പിന്നെ ഇത് മുബത്തദ മുഅഖറാണെന്ന് പറഞ്ഞു. മുബത്തദ മുസന്ന റഫ് ചെയ്യുമ്പോ അലിഫ് കൊണ്ടല്ലേ? എനിക്കറിയില്ല കേട്ടോ അങ്ങനെ. അലിഫ് കൊണ്ട്. ഞാൻ എന്താ വേറെ എന്തെങ്കിലും നല്ല അറിവുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെയാണ് പൊതുവെ വരല്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടാ, കേട്ടിട്ടില്ല ഞാൻ. അപ്പോൾ എന്താ പറയുക? മാതാ തഹസിലു ആമിനത്തു ഉമ്മുഹ. ആമിനയും അവളുടെ ഉമ്മയും എന്താണ് കഴുകുന്നത് അല്ലേ? എന്താണ് കഴുകുന്നത്? രണ്ടുപേർ കഴുകുന്നു. തഹസിലാനി രണ്ടുപേരല്ലേ? യഗ്സിലാനി യഗ്സിലൂന തഹസിൽ തഹസിലാനി. തഹസിലാനി പിന്നെ എന്തെങ്കിലും എഴുതാട്ടാ. സിയാബാന അൽ മലാബിസെ എന്താ വെച്ചാൽ അൽ മെന്തിയില ഇഷ്ടംപോലെ എഴുതാം. തഹസിലാനിയാണ് വരേണ്ടത്. ഇനി ഇവിടെ തഅമ്മൽ മായലി തുടർന്ന് വരുന്നത് ചിന്തിക്കണം. അൽ മുലാരി ഉൽ മർഫു. മുലാരി മർഫു ആയ മുലാരി യദ്ഹബാനി യദ്ഹബൂന തദ്ഹബാനി തദ്ഹബൂന തദ്ഹബീന ഒക്കെ വരും. സുബൂത്തി നൂനിയാണ്. ഇനി മൻസൂബാകുമ്പോൾ ലൻ യദ്ഹബാ. അവർ രണ്ടുപേർ പോകുകയില്ല. ഹദ്ഫി നൂനി നസ്ബ് ചെയ്യുമ്പോൾ ലൻ യദ്ഹബൂ ലൻ തദ്ഹബ ലൻ തദ്ഹബൂ ലൻ തദ്ഹബീ. ഹാദിഹി ഹിയ അഫ്ആലുൽ ഖംസത്തു. ഇനി ജസ്മു ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നൂനിനെ കളയണം. ലൻ യദ്ഹബ ലൻ യദ്ഹബൂ ലൻ തദ്ഹബ ലൻ തദ്ഹബൂ ലൻ തദ്ഹബീ എന്നൊക്കെ പറയണം. നൂനിനെ കളഞ്ഞിട്ട് നസ്മുൻ ജസ്മുൻ ചെയ്യുന്നു. ഇനി ഇതിൽ പറഞ്ഞത് അടുത്ത പേജിൽ പറയുന്നത് എന്താ? അൽ ഇറാബുൽ അഫ്ആലുൽ ഖംസത്തി. അഫ്ആലുൽ ഖംസയുടെ ഇറാബ് തുർഫഉ റഫു ചെയ്യപ്പെടുന്നു. ബിസുബൂത്തി നൂനി നൂനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. വതുൻസബു നസ്ബു ചെയ്യപ്പെടുന്നു. വതുജ്സമു ജസ്മു ചെയ്യപ്പെടുന്നു. ബി ഹദ്ഫി നൂനി നൂനിനെ കളഞ്ഞുകൊണ്ട്. ഇത് ഭയങ്കര എളുപ്പമുള്ള പാഠമാണ്. നമ്മൾ പഠിച്ചത് ദഹബ ദഹബാ
ഒക്കെ അറിയാലോ അല്ലേ. ദഹബത്ത, ദഹബ്തുമാ, ദഹബ്തുമ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ കേട്ടാ. അവർ രണ്ടുപേർ പോയി. ഇനി യദ്ഹബു, യദ്ഹബാനി, തദ്ഹബാനി, തദ്ഹബാനി. ആനി, ആനിയൊക്കെ വരുന്നത് മുസന്ന. ഇനി അത് നമ്മൾ ജസ്മു ചെയ്യുമ്പോൾ നൂനിനെ കളയും. ലം യദ്ഹബ, അൻ തദ്ഹബ്, യദ്ഹബ. നസ്ബ് ചെയ്യുമ്പോഴും ജസ്മു ചെയ്യുമ്പോഴൊക്കെ നൂനിനെ കളയുന്നു. അതൊന്നുമല്ലല്ലോ ഇദ്ഹബ. അപ്പോൾ അടുത്ത അമ്രഫേലും വരുമ്പോൾ ഇദ്ഹബ, നിങ്ങൾ രണ്ടുപേര് പോകൂ. അവിടെയും നൂനിനെ കളയുന്നു. മൊത്തം ആ ഒരൊറ്റ പാഠത്തിൽ ഇതാണ്ട് അവസാനിപ്പിച്ചു. പിന്നെ ഇവിടെ അബൂഹുമാ, അവർ രണ്ടുപേരുടെയും ഉപ്പ. അബൂഖുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ഉപ്പ. അബൂന, ഞങ്ങളുടെ ഉപ്പ. ഒക്കെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. പിന്നെ റഅയ്തുഹുമാ, ഞാൻ അവർ രണ്ടുപേരെയും കണ്ടു. ഹുമാ റഅയ്തുകുമാ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടു. പിന്നെ നാ പറയുന്ന റആന അൽ മുദീറു. റആന ഞാൻ കണ്ടു. റആന അൽ മുദീർ, മുദീർ ഞങ്ങളെ കണ്ടു. അത് കണ്ടോ നിങ്ങൾ? അതിൻ്റെ എൻ്റെ ബുക്കിലുണ്ട്. ഇല്ലല്ലോ. ഞാൻ എൻ്റെ ബുക്ക് ഞാൻ കോപ്പി ഇതിൽ ഗ്രൂപ്പിലിട്ടുണ്ട്. 10th ഫെബ്രുവരിയിലിട്ടുണ്ട്. പിന്നെ അവിടെ റആനൽ മുദീറു, മുദീർ ഞങ്ങളെ കണ്ടു എന്നുള്ളത് കൊടുത്തുണ്ട്. മാ അസ്മാഉക്കുമാ, നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്താണ്? അസ്മാ ഉൻ എന്ന് പറയുമ്പോൾ പേര്. അസ്മാ ഉൻ അവിടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്യുവലിന്. ഇസ്മാനി, ഇസ്മുൻ പേര്, ഇസ്മാനി രണ്ട് പേര്. ഓക്കെ, പക്ഷേ ഇവിടെ ഉപയോഗിച്ചുള്ളത് അസ്മാ ഉൻ എന്നാണ്. തിങ്സ് വിച്ച് ആർ നോൺ ടു ബി ഓൺലി വൺ യൂസ്ഡ് ദ പ്ലൂറൽ വൈൽ സ്പീക്കിംഗ് ടു. ഇത് പറഞ്ഞത് നമ്മൾ പ്ലൂറലിന് ഉപയോഗിക്കുമ്പോൾ രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ ബഹുവചനം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. നോക്കിയേ. പിന്നെ എഗ്സില വുജൂഹക്കുമ, എഗ്സില നിങ്ങൾ രണ്ടുപേർ കഴുകൂ. വുജൂഹക്കുമ നിങ്ങൾ രണ്ടുപേരുടെ മുഖത്തെ. ഖലഖ സൃഷ്ടിച്ചു. അൽ വാലിദാനി അല്ല ഹലക്കൽ വാലിദാനി രണ്ട് ആൺകുട്ടികൾ ഷേവ് ചെയ്തു. റുഊസഹുമ അവരുടെ രണ്ടുപേരുടെയും തല, ഹെഡ്. ദ ടു ബോയ്സ് ഷേവ്ഡ് ദയർ ഹെഡ്. ഖസില. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇളാഫത്ത് ചെയ്യുമ്പോൾ യദുൻ യദാനി രണ്ട് കൈകൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇളാഫത്ത് വരുമ്പോൾ ഉലാഫും ഉലാഫ് ഇലേഹി വരുമ്പോൾ അവരുടെ കൈകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ യദാനി അല്ല, യദുൻ കൈ, യദാനി രണ്ടു കൈകൾ, യദൈനി അത് ജെറും ഇതും നസ്ബും ജെറും ചെയ്യുമ്പോൾ യദൈനി എന്ന് വരും. പിന്നെ നമ്മൾ ഇളാഫത്ത് ചെയ്യുമ്പോൾ ആനീൻ്റെ നൂന് കളയപ്പെടും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഇതിൽ വന്ന വാക്കുകൾ തൗ അമാനി എന്ന് പറഞ്ഞാൽ ട്വിൻസ്. തൗ അമുനാണ് ട്വിൻസിലെ. അഹദ തൗ അമേനി രണ്ട് ട്വിൻസിൽ ഒരാളെ പറയാം തൗ അമുൻ. സിഗറുൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം. ഷബഹുൻ ഒരുപോലത്തെ, സിമിലാരിറ്റി, സാമ്യത. ഹിസ്വത്തുൻ പിരീഡ്. ഖുതൂത്തുൻ ജവ്വിബത്തുൻ എയർലൈൻസ്. ജവ്വിയത്തുൻ ബാല്ല. കുതുബുൻ മുഖററത്തുൻ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക്. മക്തബു ഖുതൂത്തിൻ ജവ്വിയത്തിൻ എയർലൈൻസ് ഓഫീസ്. ഇയാദത്തുൻ വിസിറ്റിംഗ് ദ സിക്ക് രോഗസന്ദർശനം. മഅഹദു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഉഹ്രിയാനി, ഉഹ്റ എന്ന് പറഞ്ഞാൽ അനദർ, അതിൻ്റെ ഡ്യുവലാണ് ഉഹ്റയാനി, മറ്റു രണ്ടു പേർ. വഫഖഖല്ലാഹു അള്ളാഹു നിനക്ക് സക്സസ് തരട്ടെ, വിജയം തരട്ടെ. നീ എടുക്കണോ? എന്തുകൊണ്ട് പിന്നെ മതിയോ? 10 മിനിറ്റ് കൂടി എടുക്കണോ? പറയൂ, വേഗം പറയും. അടുത്ത പാടത്തിരിയുള്ളോ? കുറച്ചേ ഉള്ളൂ. ഒരു 1-2 ക്ലാസ്സിനുണ്ട് കേട്ടോ. 2 ക്ലാസ്സിനുണ്ടാവുമായിരിക്കും. ഇതിപ്പോ ഈ പാടം നിർത്തുന്ന വീട്ടിലൊക്കെ നല്ല സൗണ്ട് ഉള്ളവരൊക്കെ മ്യൂട്ടാക്കിക്കോട്ടെ. 29 ടീച്ചർ വായിച്ചോന്ന് എന്റെ ബുക്കിൽ ഇല്ലല്ലോ. ഷബിലയുടെ ബുക്കിലുണ്ടോ? ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അല്ല ഈ ബുക്കിലില്ല, ടെക്സ്റ്റിലെ. ആ ആ നോക്കാം. ഗ്രൂപ്പിൽ കിടക്കണ്ടേ. ഇനി 29ാമത്തെ പാഠം കൂടി ബാക്കിയുള്ളൂ. നോക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ ഒരു അല്ല 29 അല്ല ഇത് എത്രയാണത്? 1 എഴുതിയില്ല അല്ലേ? ഞങ്ങളുടെ 31. 31. അതോടുകൂടി കഴിഞ്ഞു. ഇതില് അതിന് താലിബാനിൽ ജദീദാനി ഹുമാ ഫിൽ മക്തബി ഇതിലെന്താ പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത്? ഇതിലൊന്നും കാണുന്നില്ല. അതൊന്നും പ്രധാനപ്പെട്ട ഒന്നുമില്ല ടീച്ചറെ. ഇതില് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ഇത് തന്നെ ഉള്ളു അല്ലേ? വേറെ ഒന്നും കാണില്ലല്ലോ, എനിക്ക് കാണില്ല. ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത പാഠത്തിന്റെ കുറച്ച് നോട്ടൊക്കെ എഴുതാട്ടോ. അതിന്റെ ഗ്രൂപ്പിലൊക്കെ ഇടാം. ഒഴിവുള്ളപ്പോൾ അതിന്റെ പോലൊക്കെ ചെയ്തോ. അതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാ. അപ്പൊ എങ്ങനെ?